ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലും ഒരേ സമയം വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും തളരാത്ത ഇറാന്റെ ദൃശ്യങ്ങളാണ് 2026 തുടക്കത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസൈലുകളെക്കാളും ബോംബുകളെക്കാളും വലിയ ആയുധം ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെ മനോവീര്യമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ടെഹ്റാനിലെ തെരുവുകളിൽ നിന്നും പുറത്തു വരുന്നത്. യുദ്ധം വെറും സൈനിക നീക്കങ്ങൾക്കപ്പുറം ഒരു വലിയ സൈക്കോളജിക്കൽ വാർഫെയറിലേക്ക് മാറിയിരിക്കുന്നു. അമേരിക്കൻ ബോംബറുകൾ ഇറാന്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ തങ്ങൾ ഭൂഗർഭ അറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണെന്ന പെന്റഗണിന്റെ വാദങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ഇറാൻ ഭരണകൂടം തെരുവിലിറങ്ങിയത്. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാരിജാനി എന്നിവർ യാതൊരു സൈനിക അകമ്പടിയുമില്ലാതെ ടെഹ്റാനിലെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പോലും അമ്പരപ്പിച്ചു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവകാശപ്പെട്ടത് ഇറാന്റെ നേതൃത്വം ജീവഭയത്താൽ ഒളിവിലാണെന്നായിരുന്നു. എന്നാൽ ജനങ്ങളോട് സംസാരിച്ചും അവർക്കൊപ്പം സെൽഫി എടുത്തും മുന്നോട്ട് നീങ്ങിയ ഇറാൻ നേതാക്കളുടെ ദൃശ്യങ്ങൾ ഈ വാദങ്ങളുടെ മുനയൊടിച്ചു. ഞങ്ങളുടെ നേതാക്കൾ ജനങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളുടെ നേതാക്കൾ എപ്സ്റ്റീൻ ദ്വീപിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന അലി ലാരിജാനിയുടെ ചോദ്യം പാശ്ചാത്യ രാഷ്ട്രീയ നേതൃത്വത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. മരണത്തെ ഭയപ്പെടാത്ത ഒരു ജനതയും നേതൃത്വത്തെയും കീഴടക്കുക അസാധ്യമാണെന്ന് ഈ ദൃശ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. യുദ്ധകളത്തിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാതെ വന്നതോടെ അമേരിക്ക പുതിയൊരു തന്ത്രവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് $10 ദശലക്ഷം പ്രതിഫലം പ്രഖ്യാപിച്ച അമേരിക്കയുടെ നടപടി വലിയ പരിഹാസത്തിനാണ് വഴി തുറന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനു ശേഷം ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങേയറ്റം ശക്തമാണെന്നും രാജ്യത്തിനകത്തെ CIA, മൊസാദ് നെറ്റ്വർക്കുകളെ ഇറാൻ സേന പൂർണ്ണമായും തകർത്തു കഴിഞ്ഞുവെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്വന്തം ചാരശൃംഖലകൾ തകർന്നതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പൊതുജനങ്ങളുടെ സഹായം തേടി പ്രതിഫലം പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. ഇറാൻ വെറുതെ പ്രതിരോധിക്കുക മാത്രമല്ല, അങ്ങേറ്റം വിനാശകരമായ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാഖിലും സൗദി അറേബ്യയിലും നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിലായി അമേരിക്കയുടെ 6 അത്യാധുനിക ടാങ്കർ വിമാനങ്ങൾ ഇറാൻ തകർത്തു. ഏകദേശം 8400 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവഴി മാത്രം അമേരിക്കയ്ക്ക് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ താഡ് ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ച പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിച്ചു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ലോക വ്യാപാരത്തിന് നട്ടെല്ല് ഒടിഞ്ഞിരിക്കുകയാണ്. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശന അനുമതിയുള്ളത്. ഇത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു. ഇറാൻ തങ്ങളുടെ സൈനിക നീക്കത്തിന് നൽകിയിരിക്കുന്ന പേര് യാ ഖമർ. ഇത് മതപരമായ വൈകാരികതയും പോരാട്ട വീര്യത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന പേരാണ്. IRGC അവകാശപ്പെടുന്നത് തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലക്ഷ്യപ്രാപ്തി കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇരട്ടിയായെന്നാണ്. ഖൈബർ, ഷേക്കർ, ഖാദർ തുടങ്ങിയ മിസൈലുകൾ ഇസ്രയേലിലെ ഗോലാൻ ഹൈറ്റ്സ്, ഹൈഫ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ട് പതിക്കുകയാണ്. ഇറാൻ നേരിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്കൊപ്പം ലെബനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ യമനിലെയും സായുധ വിഭാഗങ്ങളും ചേരുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ഖാർഗ് ദ്വീപിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ അമേരിക്ക ബോംബിട്ടതോടെ യുദ്ധം ഒരു സാമ്പത്തിക അന്തിമ യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾ കത്തിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപ്പര്യമുള്ള ഒരു എണ്ണപ്പാടം അവശേഷിക്കില്ല എന്ന ഇറാന്റെ മുന്നറിയിപ്പ് സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ ബാങ്കിംഗ് ഭീമനായ സിറ്റി ഗ്രൂപ്പിന്റെ ഓഫീസുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം യുദ്ധം സൈനിക മേഖലയിൽ നിന്ന് സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് പടർന്നതിന്റെ തെളിവാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ പോലും സെൻസർ ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അമേരിക്കൻ സൈനിക നേതൃത്വം പകച്ചു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാനെ വളർത്തുന്നതിന് പകരം സ്വയം പര്യാപ്തമായ ഒരു യുദ്ധതന്ത്രം വികസിപ്പിക്കാനാണ് സഹായിച്ചത്. ടെഹ്റാനിലെ തെരുവുകളിൽ കണ്ടത് വെറും ഒരു റാലിയല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിൽ വിദേശാധിപത്യം അനുവദിക്കില്ലെന്ന ഒരു ജനതയുടെ ഉറച്ച പ്രഖ്യാപനമാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ നടത്തുന്ന ഈ പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിമറിക്കുമോ അതോ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നിശ്ചയിക്കും. എങ്കിലും ഒന്ന് വ്യക്തമാണ്, ആധുനിക യുദ്ധതന്ത്രങ്ങളെ വെറും വാക്കുകൾ കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ഇറാൻ നേരിടുന്ന രീതി ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്.